ആശ്രയിക്കാൻ ആരുമില്ലാതാവുന്ന ഒരു നിമിഷത്തിൽ നിന്നാണ് പലരും സ്വന്തം കഴിവും കരുത്തും തിരിച്ചറിയുന്നത്, അല്ലേ? അപ്പം എല്ലാവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2024 വ്യാഴമാറ്റത്തിന്റെ ഭരണി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം, അല്ലേ? ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവില് കുറച്ച് രോഗാവസ്ഥകളൊക്കെ കൂടി നിന്നിട്ട് പെട്ടെന്നുള്ള മാനസികമായ ടെൻഷനൊക്കെ വഴിതെളിക്കുന്ന വർഷമായിരിക്കും. എന്നിരിക്കലും പൊതുവിൽ നല്ല സമയങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ ഇത്രയും നാളും ഉണ്ടായിരുന്നതിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇരുട്ട് മാറി തെളിച്ചം വരുന്ന ഒരു സമയമാണ്. ലൈഫിൽ ഒരുപാട് നേട്ടങ്ങളും അച്ചീവ്മെന്റും ഒക്കെ നേടാൻ പറ്റുന്ന സമയമാണ്. മാനസികമായിട്ടൊന്ന് കരുത്താർജിക്കുകയും ധനം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനൊക്കെ പറ്റുന്ന അനുകൂലമായ സമയമാണ്. അതുപോലെ കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നതിനും ബിസിനസ് പരമായിട്ടൊക്കെ വിജയിക്കുന്നതിനും ഒക്കെ ഉള്ള സമയമാണ്. വിവാഹം നോക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിജയം നേടുന്നതിനും വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ശ്രമിച്ച് നടക്കുന്ന സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് അത് നടക്കാതിരിക്കുന്ന ഭരണി നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം അതിനു വേണ്ടി ശ്രമിച്ചാൽ അവർക്ക് ഒരുപക്ഷെ നടക്കുന്നതാണ്. അതുപോലെ വസ്തു വാങ്ങുക, ധനം അല്ലെങ്കിൽ സ്വർണം, ദ്രവ്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുക. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള, ചുരുക്കി പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ സ്നേഹിതരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ തിരികെ വരുന്നതിന് പറ്റുന്ന വർഷമാണ്. കാരണം സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉന്നമനം എത്തുമ്പോൾ അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ജീവിതത്തിന്റെ പടികൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൊക്കെ നമുക്ക് നല്ല നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മാനസികമായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ അലച്ചില് അല്ലെങ്കിൽ അതായത് പുറമെ എന്തെല്ലാം ഉണ്ടെങ്കിലും മാനസികമായിട്ട് ഒരിക്കലും ഒരു സന്തോഷമായിരിക്കില്ല എന്ന് വേണം പറയാനായിട്ട്. എന്തെങ്കിലുമൊക്കെ അലച്ചില് അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു സങ്കടം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എപ്പോഴും ഒരു ഒറ്റപ്പെടലിന്റെ ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആരെല്ലാം കൂടെ ഉണ്ടെങ്കിലും ചുറ്റിനും ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും തനിച്ചാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം മറന്നിട്ട് നമ്മൾ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട്, ലൈഫിൽ ബിസിനസ്സിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിയിലൊക്കെ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അതിനൊക്കെ പറ്റുന്ന സമയമാണെന്നുള്ളത് മറക്കണ്ട കേട്ടോ. പിന്നെ കുറെ കാലങ്ങളായി, കുറെ വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം കൂട്ടിവെച്ച് നോക്കിയിരുന്നിട്ട് അത് നടക്കാതെ വന്നതിൽ ഒരുപാട് ക്ലേശപ്പെട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വർഷം അതിനൊക്കെയുള്ള ഒരു അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് വസ്തു വാങ്ങുന്നതിനോ, ജോലിക്ക് വിദേശത്ത് പോകുന്നതിനോ, അല്ലെങ്കിൽ വീട് പണിയുന്നതിനോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനുഷ്യനാണല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ്. അതായത് സ്വർണം വാങ്ങുക, വീട്ടു സാധനങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ നടക്കും. ജീവിതത്തിൽ ലൈഫിൽ ഒരു പുരോഗതി, ഒരു അതുപോലെ തന്നെ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു കയറ്റം കിട്ടുന്നതിനും ഉയർന്ന ജോലിയിലൊക്കെ എത്തുന്നതിനൊക്കെയുള്ള യോഗമുണ്ട്. പിന്നെ പ്രായത്തിന്റെ അനുസരിച്ച് ചിലവർക്ക് സമയം ദശാന്തി ഫലം അനുസരിച്ച് ദോഷമാണ് എങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടാനും ഈ വ്യാഴമാറ്റത്തിൽ യോഗമുണ്ട് കേട്ടോ. അപ്പൊ വിചാരിക്കും വ്യാഴമാറ്റം പൊതുവിൽ നല്ലതാണല്ലോ, പിന്നെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കും. അതിന്റെ കാരണം പറഞ്ഞു തരാം. മാനസികമായിട്ട് നമ്മള് ഒരു ഇത്രയും നാളും അനുഭവിച്ച കഷ്ടതകളിൽ നിന്നൊക്കെ പെട്ടെന്നൊരു മോചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് തന്നെ സ്വയം നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു രീതിയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും അവിവേകങ്ങളൊക്കെ പെട്ടെന്ന് ദേഷ്യം, കലി, കാരണം ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ദേഷ്യമൊക്കെ പെട്ടെന്ന് കൂടുമെന്ന്. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ തൊഴിൽ തടസ്സം ഉണ്ടാവാൻ സാധ്യത, അതായത് തൊഴിലിന് ജോലിക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ പണിഷ്മെന്റ് ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് വെക്കുന്നത് നല്ലതാവും. പിന്നെ ലൈഫില് പുരുഷന്മാര് സ്ത്രീകളെ ശത്രുക്കളാക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്ത്രീകള് പുരുഷന്മാരെയും, കാരണം ഭരണി നക്ഷത്രത്തിൽപ്പെട്ടവര്
പെട്ടെന്ന് ആ ശത്രുത നമ്മുടെ ലൈഫിന് തന്നെ പ്രോബ്ലം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെ നമ്മുടെ ലൈഫിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ ഉള്ള വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സമയവും രാശിയും ഒന്നും അനുകൂലമായാലും ചില വാശിക്കും പകയ്ക്കുമെന്ന് മുമ്പിൽ അത് നടപടിയാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ദേഷ്യ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചില്ല എങ്കിൽ അതൊരുപാട് കുടുംബ പ്രശ്നങ്ങൾക്കും അംഗചിത്രങ്ങൾക്കും ഒക്കെ കാരണമാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ നല്ലതാണെന്ന് പറയുമ്പോഴും അപ്പൊ അത് നമ്മൾ എന്തൊരു പോസിറ്റീവ് ഉണ്ടെങ്കിലും അതിനൊരു നെഗറ്റീവ് ഉണ്ട്, എന്തൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ അതിനൊരു പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ചിന്താഗതിയോടെ വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കാനായിട്ട്. കാരണം നമ്മൾ വിചാരിക്കും എനിക്കിപ്പോ പ്രശ്നമില്ല, നല്ല സമയമാണെന്ന്. പക്ഷെ അതല്ല, അതിന് ഇങ്ങനെയും കൂടി ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ വളരെ കരുതലോടും വളരെ ശ്രദ്ധയോടും കൂടി യഥാവിധി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ക്ഷേത്ര ദർശനത്തോടുകൂടി നല്ല വാക്കുകളോടുകൂടി അതുപോലെ തന്നെ ദുശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവർക്ക് വളരെയധികം അനുകൂലമാകുന്ന വർഷമാണ് ഈ വ്യാഴമാറ്റത്തിലെ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.